ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ അരമനൈ 4 കാണാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ടിക്കറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് 2 ടിക്കറ്റ് കിട്ടി. പടം ഏകദേശം ഹൗസ്ഫുള്ളാണ്. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് ലാസ്റ്റ് മിനിറ്റ് 2 ടിക്കറ്റ് കിട്ടി. ഇപ്പോൾ സ്ക്രീൻ 7ലാണ്. കമോൺ. ഇന്നാണെങ്കിൽ ഇവിടെ മുടിഞ്ഞ തിരക്ക്. ഫുഡ് കോർട്ടൊക്കെ നോക്കിക്കുക, നിറച്ചാളാണ്. അടിയിൽ ലുലുവിൽ മുട്ടൻ തിരക്ക്. 6-7 കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ സെയിം സീറ്റ് ഇന്നലത്തെ. അരമനൈ 4 എങ്ങനെ വേണമെങ്കിൽ പറയാം. അരൺമനൈ എന്നാണ് പൊതുവെ തമിഴ്നാട്ടിൽ പറയാമെന്ന് തോന്നുന്നു, സ്പെല്ലിംഗ് ഒക്കെ കണ്ടിട്ട്. ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ രാശി കന്യം തമന്ന ഉണ്ടായിരുന്നുകൊണ്ട് ഈ സിനിമ എനിക്ക് കണ്ട് മുഴുവിപ്പിക്കാൻ പറ്റി. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എഡിറ്റർ ഫെന്നി ഒലിവർ, സിനിമാറ്റോഗ്രാഫി ഇ കൃഷ്ണസ്വാമി. ഇവർ രണ്ടുപേരും വൃത്തിക്ക് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വൃത്തിക്ക് പണിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഷോട്ടുകളൊക്കെ നന്നായിരുന്നു. നമ്മുടെ എഡിറ്റർ കൊടുത്ത പൈസയേക്കാൾ കൂടുതൽ ഇരട്ടിയുടെ എഡിറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ കഴിവുകൾ മൊത്തം എടുത്ത് സിനിമയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഭാഗം പുള്ളി നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലടേ. പുള്ളി അത്രത്തോളം ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഡയറക്റ്റഡ് ആൻഡ് ആക്ടർ ബൈ സുന്ദർ സി. നമ്മുടെ ഖുഷ്ബു എന്നുള്ള നടിയുടെ ഹസ്ബൻഡാണ്. പുള്ളി ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്. ഇതിന് മുന്നേയുള്ള അരൺമനൈ സിനിമകൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. ഇതിനകത്ത് മറ്റൊരു ക്യാമിയോ ഉണ്ട്. മറ്റൊരു അല്ല, 2 ക്യാമിയോ ഉണ്ട്. ഒന്ന് സിമ്രാൻ, വേറൊന്ന് ഖുഷ്ബു. ഇവർ രണ്ടുപേരുടെ ഒരു പാട്ടുണ്ട്. പാട്ട് അസ്ഥാനത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തെങ്കിലും പാട്ട് നല്ല കളർഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സിമ്രാൻ്റെ ഡാൻസും ഖുഷ്ബുയുടെ ഡാൻസും അടിപൊളി. സിമ്രാൻ ഒരു രക്ഷയില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സിമ്രാൻ പണ്ട് എങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യണത്. പ്രായം ആയതായിട്ട് ഫീൽ ചെയ്യുന്നതേ ഇല്ല. ഇപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു സിമ്രാൻ്റെ ഡാൻസ് കാണാനും. പക്ഷേ അസ്ഥാനത്തുള്ള പാട്ടായിട്ട് ഫീൽ ചെയ്തേ ഉള്ളൂ. ഭയങ്കര കളർഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഗ്രാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. ഈ സിനിമയുടെ അവസ്ഥ പറയണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസ് സീരീസും വിൻ ഡീസലിൻ്റെ അവസ്ഥയാണ്. അതായത് പാസം തീരാനും പോണില്ല, ഈ സീരീസ് തീരാനും പോണില്ല. ഇതിൻ്റെ 10ാമത്തെ സിനിമ കഴിഞ്ഞാലും ഇനിയും ഈ സീരീസിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കാണാൻ ആൾക്കാർ പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്നലെ പോലും സിനിമ ഇറങ്ങി 3ാം ദിവസം ആയ ഞായറാഴ്ച പോലും ടിക്കറ്റ് കിട്ടാൻ പാടായിരുന്നു. ഫുൾ തിയേറ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫിൽഡായിരുന്നു. എന്തോ ഭയത്തിന് എന്തോ ക്യാൻസലേഷൻ അങ്ങനെ എന്തോ സെറ്റപ്പ് വന്നുകൊണ്ടാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ സിനിമ ആടിത്തിമിർത്ത് ഓടേണ്ടതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിനൊരു നീഷ് ഓഡിയൻസ് ഉണ്ട്. ഈ അരൺമനൈ എത്ര സിനിമകൾ എത്ര പാർട്ട് വന്നാലും അത് കാണാൻ പോകാൻ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇനിയും പാർട്സ് വരും, ഇനിയും ആൾക്കാർ കാണും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂറിയസിൻ്റെ അവസ്ഥ പോലെ തന്നെയാണ്. ഫാമിലി പാസം തീരാൻ പോണില്ല. ഇതിനകത്ത് തങ്കച്ചി പാസമായിരുന്നു. അതും തങ്കച്ചി പാസം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ തങ്കച്ചി പാസമാണ്. നമുക്ക് പലതരം തങ്കച്ചി പാസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് തങ്കച്ചിയുടെ പേരുള്ള സെൽവി എന്നുള്ള പേരുള്ള ആരെ കണ്ടാലും അണ്ണന് പാസം വരും. സെൽവി അല്ലാത്ത പേരാണെങ്കിൽ പുള്ളി ആരും മൈൻഡില്ല, ഒരു വിലയും കൊടുക്കത്തില്ല നായകൻ. ആള് ചത്താലും കുഴപ്പമില്ല എന്നല്ല. പക്ഷെ സെൽവിന്നെങ്ങാനും പേരാണെങ്കിൽ പാസം ലെവൽ 10,000 ആ ലെവലാണ്. എന്തായാലും റീലോഡ് റോസ്റ്റിനുള്ള കണ്ടന്റ് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. മച്ചാൻ വന്ന് ഇത് വെച്ച് ഒരു അലക്കങ്ങടെ അലക്കും. അടിപൊളിയായിരിക്കും അത്. ഇതില് അഭിനയങ്ങൾ വളരെ കൂടിപ്പോയതായിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും അഭിനയം ഇതിനകത്ത് ഒരാളുണ്ട് വൃത്തിക്ക് അഭിനയിച്ചത്, രാശി ഖന്ന. കാരണം പുള്ളിക്കാരിയെ കൊണ്ട് ഒരു സിനിമയെ പോലും ഓവറായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു സിനിമയെ പോലും രാശി ഖന്ന മോശമായിട്ട് പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല. അതിപ്പോൾ ഡാൻസ് ആയാലും ശരി, പാട്ടായാലും ശരി, ആക്ടിങ് ആയാലും ശരി, ഞാൻ ഇതുവരെ ഒരു സിനിമയിലും രാശി ഖന്ന ഓവർ ദ ടോപ്പായിട്ട് അഭിനയിച്ച് കണ്ടിട്ടില്ല. ഒരു വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. തമന്നയുടെ ചില എക്സ്പ്രഷൻസ് ഇച്ചിരി ഓവർ ദ ടോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ മത്സരിച്ച് ഓവർ ദ ടോപ്പായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് തമന്നയൊന്നും കുഴപ്പമില്ലായിരുന്നല്ലേ. തമിഴിനെ കാണാൻ പിന്നെ ഭയങ്കര ഭംഗിയാണ്. സാരി കൊടുത്ത് ഇതിനകത്ത് ഭയങ്കര രസമാണ്. പിന്നെ ലാസ്റ്റ് ഐറ്റം സോങ് ഉണ്ട്, അത് പവർ സാധനമായിരുന്നു. റാഷി ഖന്നയും തമന്നയും രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഈ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ അതാണ്.
സിനിമ കഴിഞ്ഞപ്പോൾ ഉള്ള ഡാൻസ് അത് കൊലക്കനായിരുന്നു, പവറേഷ് സാധനമായിരുന്നു. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സിനിമ കഴിഞ്ഞപ്പോൾ ഉള്ള ഡാൻസും പാട്ടും. അത് ഹിപ്പ് ഹോപ്പ് തമിഴാണ് ചെയ്തിരിക്കുന്നത്. പാട്ടിൻ്റെ ഇതുകൊണ്ടല്ല, രണ്ട് നടിമാരുടെയും അവരുടെ ഡാൻസും കോസ്റ്റ്യൂമും എല്ലാം കൊണ്ടിട്ട് അടിപൊളിയായിരുന്നു. ദാറ്റ് വാസ് വർത്ത് ദ വാച്ച്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള കാര്യം പറയുമ്പോൾ ഈ സിനിമയെ എന്നെ സംബന്ധിച്ച് ഒരു അരോചകമായ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയത് ഇതിലെ കോമഡി താരങ്ങളാണ്. യോഗി ബാബു, നമ്മുടെ VTV ഗണേഷ്, മനോരമ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഇതിനകത്ത് ഓവറാക്കി പണ്ടാറോട്ടേക്ക് മനുഷ്യനവനെ വെറിപ്പിച്ച് കയ്യിലെടുത്തൊരു ഫീലിംഗാണ് എനിക്ക് നൽകിയത്. ഇതിനകത്തുള്ള കോമഡി എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ നമ്മൾ പ്രിയദർശൻ്റെ പണ്ടത്തെ പടങ്ങൾ കണ്ടേക്കുന്ന സാധനം, അതായത് ഷോക്ക് അടിക്കുമ്പോൾ ഒരാൾ അടുത്ത ആൾ വന്ന് തൊടുമ്പോൾ വീണ്ടും ഷോക്ക് അടിക്കില്ല, അങ്ങനെ മറ്റേ കുറച്ച് അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇതിനകത്തുള്ള പ്രേതം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അവിടെ ഇവിടെ നിന്ന് കുറേ സിനിമയിൽ നിന്ന് ഞോണ്ടിയെടുത്ത കുറേ സംഭവങ്ങൾ സെറ്റപ്പൊക്കെയാണ്. ഈ ഒരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിനകത്ത് നമ്മുടെ എഡ്ജ് ഓഫ് ടുമാറോയിലുള്ള മറ്റേ ഒരു ജീവി ഉണ്ടല്ലോ, ഏലിയൻ, ആ ഏലിയനെ അങ്ങനെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ കളർ പോലും മാറ്റാണ്ട് ഇത് അങ്ങനെ കൂടെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. പിന്നെ ഇതിനകത്ത് കാട്, ഇവർ പറയുന്നത് ഒരു വില്ലേജ് ആണെന്നാണ്. പക്ഷേ എനിക്കിത് കണ്ടിട്ട് തോന്നിയത് നമ്മുടെ മറ്റേ പണ്ടത്തെ അക്വയുടെ മറ്റേ ഹായ് ആം ടാർസൻ ഒരു പാട്ടുണ്ടല്ലോ, ടാർസൻ ഫ്രം ജാംഗിൾ, അതിൻ്റെ സെറ്റിൽ കയറി ഇവർ പോയി സിനിമ എടുത്ത കേട്ടാ. അത് സെറ്റാന്ന് പറയത്തേ ഇല്ല. പണ്ടത്തെ അക്വ 1990 അക്വ ചെയ്തു വെച്ചേക്കണ മറ്റേ സെറ്റ് പോലെയാണ് എനിക്ക് ഇതിൻ്റെ വില്ലേജ് ഫീൽ ചെയ്തത്. ഗംഭീര വില്ലേജ് ആയിരുന്നു, ഭയങ്കര കളറൊക്കെയാണ്. പിന്നെ നമ്മളിത് കണ്ടത് ഫോറമോള് ലേസർ പ്രൊജക്ഷനിലായതുകൊണ്ട് 2K ലേസർ പ്രൊജക്ഷൻ ആണെങ്കിൽ പോലും നല്ല രസമുണ്ടായിരുന്നു. 7.1 സ്പീക്കേഴ്സ് സറൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടി. ഓവർ ദ ടോപ്പ് സ്പീക്കറൊന്നും ഇല്ല, അറ്റ്മോസ് അല്ല, എന്നാലും നല്ല സറൗണ്ട് എഫക്റ്റ്, സൗണ്ട് മിക്സിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലി ഈ സിനിമയുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക മോശം പറയാനൊന്നുമില്ല. അവിടെ ഇവിടെ നിന്നുള്ള പല സിനിമയിൽ നിന്ന് ഞോണ്ടി എടുത്തേക്കണത് നല്ല അസലായിട്ട് ഞോണ്ടി എടുത്തിട്ടുണ്ട്. ഒരു മയില്ലാതെ കണ്ണി കണ്ട എല്ലാ മാർവൽ സിനിമയിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നും, പിന്നെ ഈവൻ നമ്മുടെ ആദിപുരുഷിൽ മറ്റേ രാവണനെ കാണിക്കുമ്പോൾ കുറേ തലവഞ്ഞ പോലെ ഉള്ള സീനില്ല, അതേപോലെ അതിനകത്ത് 10 തലയാണെങ്കിൽ ഇതിനകത്ത് ഒരു 50 തല വന്നിട്ടുണ്ടാവും. അങ്ങനത്തെ സാധനമുണ്ട്. അങ്ങനെ മാർവൽ, DC എല്ലാത്തിൽ നിന്നും എന്നും പറഞ്ഞ് അങ്ങനെ ഞോണ്ടി എടുത്തതായിട്ട് എനിക്ക് തോന്നി. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ ഇത് തമിഴ്നാട്ടിൽ ഓടിയത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ സിനിമ കാണാൻ ആളുണ്ട്, ഈ സിനിമ എൻജോയ് ചെയ്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ ചർച്ചാ വിഷയം ആവുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ സീരീസ് ഇനിയും വരും എന്നുള്ളൊരു ഉറപ്പാണ്. പിന്നെ ഇത്തവണ അരൺമനയിലെ മനയായിട്ട് കാണിച്ചത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ സ്ഥിരം സിനിമകളിൽ കാണുന്ന വരിക്കാശ്ശേരി മനയാണ് കാണിച്ചത്. മമ്മൂക്കയുടെ സിനിമകളിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് അവിടെ പോയി എടുക്കുന്ന സിനിമകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഈ സിനിമയുടെ അവസ്ഥയും എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഐക്യാൻഡി ആയിട്ട് തമന്നയും റാഷിഖന്നയും ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റി. അവരില്ലായിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നിയത്. കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ കർമ്മ എന്ന് പറഞ്ഞ സാധനം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് തരാതെ. പക്ഷെ ഞാൻ മറ്റേ കൊണ്ടേ പോകും, തപ്പി പിടിച്ച് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടാണ്. അപ്പം എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. പക്ഷെ ഐ എം സ്റ്റിൽ ഹാപ്പി വിത്ത് ദ ഐറ്റം സോങ് ആൻഡ് ആക്ട്രസസ്. അവർക്ക് കൊടുത്തേക്കണം, അവർ ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവരെ കണ്ടിരിക്കാൻ തന്നെ ഇറ്റ് വാസ് വെരി ഗുഡ്. ഞാനും അനുവേ നല്ല രീതിയിൽ അവരുടെ കോസ്റ്റ്യൂംസും ഒക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്തു. അതിപ്പോൾ ഞങ്ങൾ പൊതുവേ നയൻതാരയുടെ എല്ലാ സിനിമകളും പോയി കാണാറുണ്ട്. കുറേ സിനിമകൾ വളരെ ബോറായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നയൻതാര ഉള്ളതുകൊണ്ട് കണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പോലെയായിരുന്നു ഈ സിനിമയുടെയും ഒരു അവസ്ഥ. പിന്നെ ഇതിനകത്ത് ഫൈറ്റൊക്കെ ഉണ്ട്. ഫൈറ്റൊക്കെ തള്ളി കയറ്റിയതെന്ന് പറയത്തേ ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. മൊത്തത്തിലൊരു കളർഫുൾ, വളരെ ശോകമായി തോന്നിയൊരു സിനിമ. അപ്പോൾ ഒരുപാട് സിനിമകൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു. കൊറിയൻ സിനിമയായ എക്സ്ഹ്യൂമ കണ്ടിട്ടുണ്ടായിരുന്നു, ടാറോ കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളി ഫ്രം ഇന്ത്യ കണ്ടിട്ടുണ്ടായിരുന്നു, നടികർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ആ ഐറ്റം സോങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും, നല്ല രസമാണ് കണ്ടിരിക്കാൻ, അത്രേ ഉള്ളൂ. അതിന് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴേക്കും വലിയതായിട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ആയുധമുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിപാടി അവർ കാണിച്ചു വെച്ചാൽ അതിനകത്ത് അപ്പോഴും എന്താണ് ചില എനിക്കറിയാൻ പാടില്ല ഇപ്പോഴൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാക്കാം. തമിഴ്നാട്ടിലെ ചിലപ്പോൾ രീതി അതായിരിക്കാം. തമന്നയുടെ കോസ്റ്റ്യൂമിൻ്റെ ഏകദേശം ഈ ഭാഗം മാത്രം ഇങ്ങനെ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാട്ട് വന്നപ്പോഴേക്കും.
അവർക്ക് കുഴപ്പമില്ല, ഭയങ്കര വൃത്തികേടായിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. തമന്ന ഒരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരു വൾഗറായിട്ടോ വൃത്തികേടായിട്ടോ ഒന്നും ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തമന്ന എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ ബ്ലറാക്കി വെക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നണേന്ന് തോന്നണം. ഇതൊക്കെ എന്താ പറയുക, അവരുടെ ഇഷ്ടമാണ്, അവരെന്ത് ഡ്രസ്സ് ധരിക്കണം, അവർ കംഫർട്ടബിൾ ആണ്. പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. തമിഴ്നാട്ടിലുള്ള ഒരു രീതിയാണ് അത്. പണ്ട് അഞ്ചാം കാണാൻ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ പോയപ്പോഴേക്കും സമാന്ത ബിക്കിനിയിൽ ആദ്യമായിട്ട് വന്നൊരു സിനിമയായിരുന്നു അത്. സമാന്ത കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, ഭയങ്കര എന്താ പറയുക, എസ്തെറ്റിക്കലി തന്നെ നല്ല ഭംഗിയായിരുന്നു. ആൾ നല്ല ഫിറ്റായിരുന്നു, ഒരിക്കലും ഇണങ്ങാത്ത പോലെ ഫീൽ ചെയ്തില്ല, ഭയങ്കര ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. പക്ഷേ ആ ഷോയ്ക്ക് ശേഷം ആ സീനെ കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ എനിക്ക് തോന്നുന്നത് ഈവൻ അത് ഹോം വീഡിയോയിലായിട്ട് റിലീസ് ചെയ്തപ്പോഴേക്കും ബ്ലർ ചെയ്യുക അങ്ങനെ എന്തൊക്കെയൊക്കെ പരിപാടി കാണിച്ചു. എനിക്കെന്തോ തോന്നി അവരോട് എന്തോ ഒരു നീതികേട് കാണിച്ച പോലെ ഫീൽ ചെയ്തു. കാരണം അവർ അത്രയും ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല അടിപൊളി കോസ്റ്റ്യൂംസിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് കൊണ്ടുവന്ന് ബ്ലർ ചെയ്ത് കാണിച്ചത് എനിക്കെന്തോ അത് അവരോട് ചെയ്യുന്ന ഒരു നീതികേട് പോലെ ഫീൽ ചെയ്തു. എസ്പെഷ്യലി വെൻ ഷീ ഈസ് കംഫർട്ടബിൾ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് അതേഴ്സ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം കാണാൻ നല്ല ഭംഗിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരാണെങ്കിൽ ഒരു പെണ്ണ് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുമ്പോൾ അതിപ്പോൾ എങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത്സും ആയിക്കോട്ടെ, ആൾക്ക് ഇണങ്ങുന്നുണ്ടെങ്കിൽ നമ്മളത് അഡ്മയർ ചെയ്യണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ വെറുപ്പിക്കരുത്. അവരത് കംഫർട്ടബിൾ ആണ്, പിന്നെ നമുക്കെന്താ പ്രോബ്ലം? അങ്ങനെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് രണ്ടുപേരും അടിപൊളിയായിരുന്നു. നല്ല നന്നായിട്ട് ഡാൻസ് ചെയ്തു, നന്നായിട്ട് കോസ്റ്റ്യൂംസൊക്കെ ഇണങ്ങുന്ന രീതിയിലുള്ള കോസ്റ്റ്യൂംസ് ഇട്ട് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷേ കൊണ്ടേ ബ്ലർ ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. സെയിം അഭിപ്രായം തന്നെ അനുഭവിക്കുന്നുണ്ട്. എനിവേസ്, നാളെ വേറെ വീഡിയോ ഇടണം. ബൈ ബൈ.